ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 മാർച്ച് മാസത്തിലാണ് ഇനി ശനി രാശി മാറും. അതായത് ഇനി ഒരു വർഷം കൂടി കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യും. കുംഭം രാശിയിൽ ശനി സ്ഥിതി ചെയ്യുമ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന രാശിക്കാരായിരിക്കുന്ന വൃശ്ചികം രാശിക്കാരുടെ ഫലമാണ് പറയുന്നത്. വൃശ്ചികം രാശിക്കാർ വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാധീനം വർദ്ധിച്ചിരിക്കും. കണ്ടകശനി ഉണ്ട് എങ്കിലും സർവേശ്വരകാരകനും സർവസമ്പദ് പ്രദാത്രിയും ഭാഗ്യാധിപൻ കൂടിയായ ആ വ്യാഴം നിവൃത്തി സ്ഥാനത്ത് പൂർണ്ണമായ ദൈവാധീന അനുഗ്രഹിക്കത്തോ രീതിയിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ആ വിവരം എല്ലാവർക്കും അറിയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി എന്ന് ശനി മാറും, അത് എല്ലാവരുടെയും ഒരു ചോദ്യമാണ്. കഷ്ടകാലത്തിൽ നിന്ന് എല്ലാവരും മുക്തി നേടുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഒരു രാശിയിൽ 2.5 വർഷമാണ് ശനി നിൽക്കുന്നത്. ഇനി ഒരു വർഷം കൂടിയുണ്ട്. അപ്പോൾ ശനിയുടെ ആ രാശിയിലെ സ്ഥിതി ബലം കുറഞ്ഞു വരുന്നു. അപ്പോൾ ദോഷങ്ങളും കുറഞ്ഞു വരും. ദൈവാധീനം വർദ്ധിച്ച് വരും. അപ്പോൾ ഭാഗ്യവും ദൈവാധീനവും വർദ്ധിക്കുകയാൽ ശനി അവിടെ കുംഭം രാശിയിൽ സ്വക്ഷേത്രമായതിനാലും ഇനിയുള്ള ഈ ഒരു വർഷം പൊതുവെ ശനി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതീവ കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ തന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർ ഇനി മുതൽ ഒരു വർഷത്തേന് ശനി അനുഗ്രഹിക്കുകയും ദൈവാധീനവും കൂടി ഉണ്ടല്ലോ. സർവേശ്വരകാരകനായ വ്യാഴം തന്നെ ശനിയുടെ ദൃഷ്ടിയിലായിരുന്നു നിന്നത്. എന്നാൽ ആ ശനിയുടെ ദൃഷ്ടിയിൽ നിന്ന് വിട്ടുമാറി വ്യാഴം പവർഫുള്ളായി. അതുകൊണ്ട് ആരോഗ്യം മെച്ചപ്പെടുകയും തൊഴിൽപരമായ മെച്ചങ്ങളും വന്നു ചെയ്യും. അലസതയൊക്കെ മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക്, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള ഉത്തമമായ സമയമാണ്. എന്നിരുന്നാലും വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. വന്നു ചേരുന്ന ധനമായാലും മൂലധനം, ഫിക്സഡ് ഡിപ്പോസിറ്റുകളൊക്കെ ഇളക്കം വരുന്നതിനൊക്കെയുള്ള സൂചനകളൊക്കെ ഉള്ള കാലമായിരുന്നു. അങ്ങനെയുള്ളവരായാലും അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. ആഡംബരങ്ങൾ കഴിവതും ഒഴിവാക്കി മുൻപോട്ട് പോകേണ്ടതാണ്. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വളരെ നല്ലതാണ്. പഴയതാണെങ്കിലും ഒരു ഗൃഹം വാങ്ങിക്കുന്നതിന് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഓഹരി കിട്ടാനുള്ളത് കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട്. കൂടാതെ ഈ വർഷം ഈ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് നടക്കുന്നതിന് യോഗമുള്ള ഒരു ഉത്തമമായ വർഷവും കൂടിയാണ്. നിവൃത്തിസ്ഥാനത്ത് സപ്തമഭാവം വിവാഹ ദാമ്പത്യ ഭാവത്തിൽ ആണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അത് ഭാഗ്യാധിപൻ കൂടിയാണ്. വളരെ ഐശ്വര്യങ്ങൾ വന്നിച്ച്. അതുപോലെ തന്നെ പ്രധാനമാണ് വിദേശ കാര്യങ്ങൾ. അതായത് സ്വന്തം നാട് വിട്ട് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും, ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വളരെ ഐശ്വര്യപ്രദമാണ്. വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അതായത് സ്വന്തമായിട്ട് ഒരു സംരംഭം നടത്തിക്കൊണ്ടിരുന്നവർ അത് പൊളിഞ്ഞു പോയി എന്നിരിക്കട്ടെ, അങ്ങനെയുള്ളവർക്ക് അത് റീഓപ്പൺ ചെയ്ത് പുതുക്കിപ്പണിത് പുനരാരംഭിക്കുവാൻ ഏറ്റവും അനുകൂലമായിരിക്കുന്ന സന്ദർഭമാണ്. വിജയം വന്നു ചേരുക തന്നെ ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഞാൻ ഈ പറഞ്ഞത് ഗോചരഫലങ്ങളാണ്. ഇത് ഒരു പരിധി വരെ എല്ലാവർക്കും അനുഭവത്തിൽ വന്നു ചേരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പ്രായഭേദമന്യേ
സ്ത്രീ പുരുഷ ഭേദമന്യേ വന്നു ചേരും. എന്നാൽ അധിക ക്ലേശങ്ങൾ ജാതകാരുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് ജാതകം പരിശോധിക്കണം. ഉയർന്ന ഭാഗ്യാവസ്ഥയുള്ള ജാതകമാണെങ്കിൽ ഗോചരഫലങ്ങൾ അധിക ദോഷങ്ങൾ ചെയ്യുകയുമില്ല. അതിനുവേണ്ടി ദശാകാലം ഏതാണ്, അപഹാരം ഏതാണ് എന്നൊക്കെ അറിയുന്നതിന്, വിവാഹപ്പൊരുത്തം നോക്കുന്നതിന്, മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി.